السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده حق حمده ونثني عليه الخير كله كما ينبغي لجلال وجهه وعظيم سلطانه، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبد الله ورسوله. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ മഹത്തായ പരിപാടിയുടെ സംഘാടകരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു മഹത്തായ സദസ്സിൽ ഒത്തുചേരാൻ നമുക്കെല്ലാവർക്കും അവൻ തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. ഇതൊരു സൽക്കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ ആനുകാലികമായി പ്രസക്തിയുള്ള, പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ഈ ഫാമിലി കോൺഫറൻസിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടും നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു വിഷയം എന്ന നിലക്ക് ആമുഖമായി എന്നോടും എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ സഹോദരങ്ങളോടും സൂചിപ്പിക്കുവാനുള്ളത്, ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കേൾക്കുകയും സാധാരണഗതിയിൽ ഒരു പ്രസംഗം കേട്ട് പിരിഞ്ഞു പോകുന്നതിനപ്പുറം നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ സംഘടിപ്പിച്ച മഹത്തായ ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലെത്തിച്ചേരുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കുടുംബം ആധുനിക ലോകത്തെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നാണ് അല്പനേരം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വിഷയം. വിഷയത്തിൻ്റെ ക്യാപ്ഷൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, വളരെ വിശാലമായി പ്രതിപാദിക്കേണ്ട ഒരു വിഷയമാണിത്. വിഷയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയാം, ഒരു കമ്മ്യൂണിറ്റി, അതല്ലെങ്കിൽ ഒരു സമൂഹം, ആ സമൂഹത്തിൻ്റെ ആരോഗ്യവും അതിൻ്റെ നിലവാരവും അതിൻ്റെ സംസ്കാരവും എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ആ സമൂഹത്തിലെ കുടുംബങ്ങളെയാണ്. കാരണം ഒരു സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകങ്ങളാണ് കുടുംബങ്ങൾ. കുടുംബങ്ങൾ നന്നാകുമ്പോഴാണ് ഒരു സമൂഹം അറിയപ്പെടുന്നതും അതല്ലെങ്കിൽ ആ സമൂഹത്തെ വിലയിരുത്തപ്പെടുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ജീവജാലങ്ങളെ, അതല്ലെങ്കിൽ മനുഷ്യേതര ജന്തുജാലങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നിശ്ചിത കാലം മാത്രമാണ് കുടുംബം, അതല്ലെങ്കിൽ ഉമ്മ, അതല്ലെങ്കിൽ ആശ്രയിക്കാൻ അവരുമായി ബന്ധപ്പെട്ട ആളുകളെ ആവശ്യമായിട്ടുള്ളത്.
അവർക്ക് ഏറ്റവും പ്രധാനം ശാരീരിക ബന്ധം മാത്രമാണ്. അത് കഴിഞ്ഞാൽ സ്വന്തമായി ഭക്ഷണം തേടാനും ശരീരത്തെ പ്രതിരോധിക്കുവാനുമുള്ള, അതല്ലെങ്കിൽ ആത്മരക്ഷ കൈവരിക്കുവാനുമുള്ള സമയമായാൽ പിന്നെ ഉമ്മയെ, അതല്ലെങ്കിൽ കുടുംബത്തെ, അതല്ലെങ്കിൽ അവരുടേതായ ആ ചുറ്റുപാടിനെ അവർക്ക് ആവശ്യമല്ലാതായി മാറുകയാണ്. എന്നാൽ മനുഷ്യരങ്ങനെയല്ല. നമുക്കറിയാം, ലോകത്തിന് കുടുംബ സംവിധാനങ്ങൾക്കെതിരിൽ ശക്തമായ നിലക്കുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ കുടുംബത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യരങ്ങനെയല്ല. മനുഷ്യർക്ക് ദീർഘകാല പരിചരണവും അതേപോലെ തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ദീർഘകാല സാന്നിധ്യവും മനുഷ്യരായ നമുക്ക് ആവശ്യമാണ്. ജീവജാലങ്ങൾക്ക് അങ്ങനെ വേണ്ടതില്ല, അതല്ലെങ്കിൽ ഇതര ജന്തുജാലങ്ങൾക്ക് അങ്ങനെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ നിന്ന് തന്നെ ഇതര ജന്തുജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ വേർതിരിക്കപ്പെടുകയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അറബി ഭാഷയിൽ കുടുംബത്തിന് പറയുന്ന പേരെന്താണ്? അതല്ലെങ്കിൽ കുടുംബത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? സാധാരണ 2 പദങ്ങൾ ഉപയോഗിക്കും. നമുക്കൊക്കെ പരിചയമുള്ള പദമാണ് ഉസ്ര. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ആയില. ആയില എന്ന പദം, ആ പദം സൂചിപ്പിക്കുന്നത് തന്നെ ശരിക്ക് പരസ്പരം പിന്തുണ നൽകി സംരക്ഷണം നൽകുന്ന ഒരർത്ഥതലത്തിലേക്കാണ് അത് സൂചന നൽകുന്നത്. ആയില എന്ന് പറഞ്ഞാൽ തന്നെ അറബി നിഘണ്ടുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, മൻ യളുമ്മുഹും ബൈത്തുൻ വാഹിദുൻ മിനൽ ആബാഇ വൽ ഉമ്മഹാതി വൽ അബ്നാഇ വൽ അഖാരിബ്. ഉമ്മയും ഉപ്പയും സഹോദരന്മാരും മക്കളും അതേപോലെ വല്യുമ്മയും വല്യുപ്പയും എല്ലാം കൂടിച്ചേർന്ന് പരസ്പരം ഒന്നിച്ച് സഹകരണത്തോടുകൂടെ ഒരു വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന സംവിധാനത്തെയാണ് ആയില എന്ന് പലപ്പോഴും പറയുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയാണ്? കാരണം നമ്മളൊക്കെ എല്ലാം നേടിയത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. മനുഷ്യൻ എല്ലാം നേടുന്നതും പരിശീലിക്കുന്നതും അവൻ്റെ കുടുംബത്തിൽ നിന്നാണ്. ജനനവും മരണവും നടക്കുന്നത് കുടുംബത്തിൽ വെച്ചാണ്. സ്നേഹവും ലാളനയും വാത്സല്യവും ലഭിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. നാം ഉറങ്ങുന്നതും ഉണരുന്നതും നമ്മുടെ കുടുംബത്തിൽ വെച്ചാണ്. വസ്ത്രം ധരിക്കുന്നതും അഴിച്ചു വെക്കുന്നതും നമ്മുടെ കുടുംബത്തിൽ വെച്ച് തന്നെയാണ്. ഇരിക്കാനും നടക്കാനും ഓടാനും പഠിച്ചത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. കളിയും ചിരിയും അതേപോലെ കരച്ചിലും ഒക്കെ നമ്മൾ ശീലിച്ചതും പരിശീലിക്കുന്നതും നമ്മുടെ ഉമ്മാൻ്റെ അടുത്തുനിന്ന്, നമ്മുടെ വാപ്പാൻ്റെ അടുത്തുനിന്ന്, നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ്. അവിടെ നിന്ന് തന്നെയാണ് നാം ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്നത്, ഭാഷ പഠിക്കുന്നത്, സംസ്കാരങ്ങൾ പഠിക്കുന്നത്. ഇതൊക്കെ കുടുംബത്തിൽ നിന്നാണ് മനുഷ്യൻ പഠിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഈ ശുദ്ധ പ്രകൃതിയെ മനസ്സിലാക്കിയ അള്ളാഹുവിൻ്റെ മതം, അതല്ലെങ്കിൽ മനുഷ്യൻ്റെ ശുദ്ധമായ ഈ പ്രകൃതിക്ക് അനുഗുണമായ ദീന്, അനുഗുണമായ നിയമങ്ങൾ ലോകത്തെ പഠിപ്പിച്ച് ഇസ്ലാമിൻ്റെ ഏതേത് നിയമങ്ങൾ എടുത്ത് പരിശോധിച്ചാലും മനുഷ്യപ്രകൃതിക്ക് യോജിക്കുന്ന നിയമങ്ങളാണ്. കുടുംബ സംവിധാനത്തിലൂടെ മാത്രമേ മനുഷ്യന് അസ്തിത്വമുള്ളൂ, അവന് നിലനിൽപ്പുള്ളൂ, അവന് സംസ്കാരം നേടാൻ കഴിയൂ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ മതം കുടുംബത്തിന് പ്രാധാന്യം നൽകിയിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്, പ്രവാചകന്റെ വചനങ്ങളിൽ നമുക്ക് കാണാം. ഞാനതിൻ്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് പോകുന്നില്ല, അതിൽ ധാരാളമായ ആയത്തുകൾ ഓതുന്നില്ല. 2 കാര്യങ്ങൾ മാത്രം എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, കുടുംബത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്കോതാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനമായ ആരാധന ഏതാണ്? നമസ്കാരമാണ്. ആ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ധാരാളം പ്രാർത്ഥനകളുണ്ട്, ദിക്റുകളുണ്ട്. ആ ദിക്റുകളും പ്രാർത്ഥനകളുമൊക്കെ എവിടെയാണുള്ളത്? ഖുർആനിലുണ്ടോ? ചിന്തിച്ചു നോക്കൂ, ഇല്ല. മറിച്ച് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളും ദിക്റുകളും എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതായത് ഇസ്ലാമിൻ്റെ 2 പ്രമാണങ്ങളിലാണ് നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം പഠിപ്പിക്കപ്പെട്ടത് എങ്കിൽ നോക്കൂ നിങ്ങൾ, കുടുംബ സംവിധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുള്ളത് അള്ളാഹുവിൻ്റെ കിതാബിലാണ്. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംവിധാനത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയും വിളിച്ചോതുന്ന 2 പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഏതാണ് ആ 2 പ്രാർത്ഥനകൾ?
ഒരുപക്ഷെ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നേക്കാം. ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിൽ 24-ാമത്തെ വചനം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചിന്തിച്ചു നോക്കൂ, അവർക്ക് എളിമയുടെ ചിറകുകൾ നീ താഴ്ത്തി കൊടുക്കണം. മാത്രം പോരാ, അവർക്ക് വേണ്ടി നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത് അതിലപ്പുറം നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് അതിലധികവും ചെയ്യാൻ വേണ്ടി നീ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. നീ പറഞ്ഞേക്കണം, മകനെ മകളെ നീ പ്രാർത്ഥിക്കണം. വക്കുൽ പറയൂ, റബ്ബി എൻ്റെ നാഥ, ഇർഹംഹുമാ, അവരോട് രണ്ടുപേരോടും നീ കരുണ ചെയ്യണമേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ചെറുപ്പകാലത്ത് അവർ എന്നെ പോറ്റി വളർത്തിയതുപോലെ നീ അവർക്ക് കരുണ ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനയുടെ പ്രസക്തി ചിന്തിച്ചു നോക്ക്. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് വേണ്ടി ഊണും ഉറക്കവും എല്ലാം മാറ്റിവെച്ച് ത്യാഗം സഹിച്ച് വിവരിക്കാനോ വർണ്ണിക്കാനോ വിശദീകരിക്കാനോ സാധ്യമല്ലാതെ മനുഷ്യൻ്റെ വാക്കുകൾ അശക്തമായി പോകുന്ന മാതാപിതാക്കളുടെ ത്യാഗം, ആ ത്യാഗത്തിന് പകരമായി റബ്ബിനോട് നന്മ ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന അപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണത്. അത് പ്രധാനപ്പെട്ട പ്രാർത്ഥനയല്ലേ? ആണ്. അത് വേണ്ടതില്ലേ? വേണം. മാതാപിതാക്കളെ തള്ളിപ്പറയുകയും അവരോട് മോശമായി പെരുമാറുകയും ഒരു വേള മാതാപിതാക്കളെ കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്യുന്ന ആധുനിക സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറെ പ്രസക്തിയേറുന്ന വചനമാണിത്. അത് പഠിപ്പിച്ചത് അള്ളാന്റെ കിതാബിലാണ്. ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. കുടുംബത്തിൽ നിന്ന് സമാധാനം കിട്ടുക എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമാധാനവും കൺകുളിർമയും ഒക്കെ നഷ്ടപ്പെട്ട് അവിടെ നിന്ന് സമാധാനമില്ലാത്തൊരു അന്തരീക്ഷമായി തീർന്നാൽ കുടുംബം നരകതുല്യമാകുമെന്നതിൽ സംശയമില്ല. ആ നല്ല ബന്ധങ്ങളെല്ലാം പിന്നെ ബന്ധനങ്ങളായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടൊരു മനുഷ്യന് ഈ കുടുംബ സംവിധാനത്തിൽ അവൻ്റെ ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്ന് കൺകുളിർമയും സമാധാനവും ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സമാധാനവും സ്വസ്ഥതയും ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ മിൻ ഖുർറത്തി അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ചവനെ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നോക്കൂ നിങ്ങൾ. എന്നിട്ടോ മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നേതാക്കന്മാരായി നിശ്ചയിക്കുകയും ചെയ്യണമേ എന്നാണ് അവിടെ ആ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ കിതാബിലാണ്. ഖുർആനിൽ അള്ളാഹു നേരിട്ട് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ പ്രാധാന്യം നോക്കൂ. വേറെ എത്രത്തോളം വചനങ്ങൾ ഹദീസിലും അതേപോലെ ഖുർആനിൽ നിന്നുമൊക്കെ ഉദ്ധരിക്കാൻ കഴിയും. ഞാൻ അവിടേക്ക് കടന്നു പോകുന്നില്ല. അപ്പോൾ ഇതാണ് പ്രധാനമായും കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ വിഷയം എന്താണ്? ആധുനിക ലോകത്ത് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഈ പുതിയ കാല പ്രശ്നങ്ങളാണ്. പുതിയ കാല പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഈ പുതിയ കാലത്തെത്തി നിൽക്കുന്ന കുടുംബങ്ങൾ ഈ രൂപത്തിലുള്ള പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അകപ്പെടുന്നത്? അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഞാൻ ഓരോ കാരണങ്ങൾ എണ്ണി പറയുകയാണ്. ഒന്നാമത്തെ കാരണം ബാധ്യതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. ഏതൊരു കുടുംബമാകട്ടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ അതല്ലെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ഏത് കുടുംബങ്ങളുണ്ടോ ആ കുടുംബങ്ങളൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ആ കുടുംബങ്ങളിലൊക്കെ കൃത്യമായ ബാധ്യതാ നിർവഹണം നടക്കുന്നുണ്ടാവും. കുടുംബത്തിലെ ഓരോ മെമ്പർമാരും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടാകും എന്നതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. കാരണം കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബം സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ആ കുടുംബത്തിലെ ഓരോ മെമ്പർമാരും, വാപ്പ, ഉമ്മ, മക്കൾ, ചെറിയ കുട്ടി വരെ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഒരു കുടുംബം സമാധാനത്തോടു കൂടെ പോകുള്ളൂ. ഒരു കുട്ടി ഉത്തരവാദിത്തത്തിൽ ചെറിയ ഒരു വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ആ കുടുംബം കണ്ണീരിലാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്.
കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു പെൺകുട്ടി, ആ കുട്ടി ഒന്ന് അശ്രദ്ധ കാണിക്കുന്നത്, ഒരു അശ്രദ്ധയുണ്ടായാൽ, അതല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധ പാളിപ്പോയാൽ, ഒരു ചെറിയ വീഴ്ച സംഭവിച്ചാൽ, നല്ല അഭിമാനമുള്ള, നാട്ടിൽ അറിയപ്പെടുന്ന, സംസ്കാരമുള്ള, നന്മയാൽ മറ്റുള്ളവർക്ക് മാതൃക നൽകുന്ന ഒരു കുടുംബമാകട്ടെ, അങ്ങനെയുള്ളൊരു കുടുംബമാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ അശ്രദ്ധ മതി അവിടെ കണ്ണുനീരുണ്ടാവാൻ, ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടമാകാൻ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വളരെ സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുകയും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു കുടുംബം സമാധാനപൂർണ്ണമാകുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ്. എത്രമാത്രം പ്രവിശാലമായ അർത്ഥതലങ്ങളുള്ള പ്രവാചകന്റെ വചനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടുന്ന് പറഞ്ഞു, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതിഹി. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ്. എല്ലാവരും എന്നാ പറഞ്ഞത്, എല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതിഹി. നിങ്ങളെല്ലാവരും നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്നിട്ട് ഓരോന്ന് പറയാണ്, വറജുലു റാഇൻ ഫീ അഹ്ലി ബൈതിഹി. ഒരു കുടുംബത്തിന്റെ നാഥൻ, പുരുഷൻ, ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടയാളാണ്. അയാളോടത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വാപ്പ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? വാപ്പയുടെ അടുക്കൽ വരുന്ന ഒരു ചെറിയ വീഴ്ച ഒരു കുടുംബത്തെ എത്രമാത്രം തകരാറിലാക്കും, അല്ലേ? എത്രയോ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്കെടുത്ത് പറയാൻ കഴിയും. അപമാനം സഹിക്കവയ്യാതെ മക്കൾ ഇയാൾ എൻ്റെ വാപ്പയായി പോയല്ലോ എന്ന് പരാതി പറയുന്ന എത്രയെത്ര കുടുംബങ്ങൾ ഇന്ന് നമുക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടിട്ട് ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി വാപ്പയെ ചികിത്സിക്കാൻ വേണ്ടി വരുന്ന മക്കൾ പറയുന്ന പരാതിയും അവരുടെ കണ്ണുനീരുമാണ്. ചില വാചകങ്ങൾ കേട്ടുപോയാൽ നമ്മൾ ഞെട്ടിപ്പോവും. നോക്കൂ നിങ്ങൾ, ഉത്തരവാദിത്ത ലംഘനത്തിൽ ഞാൻ എങ്ങനെയാവണം, ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ എന്തൊക്കെ കാണണം, ഞാൻ ആരോടൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന കാര്യത്തിൽ ഒരു പിതാവിന്, ഒരു കുടുംബത്തിൻ്റെ നാഥന് കൃത്യമായ ബോധ്യമില്ലാതെയായാൽ, വീഴ്ച സംഭവിച്ചാൽ ആ കുടുംബം എന്ന പ്രസ്ഥാനം, സംവിധാനമാണ് തകരാറിലായി പോകുന്നത്. നിസ്സാരമായ സംഗതിയല്ല. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഒരു പെണ്ണെന്ന് പറയുന്നത് ആ വീട്ടിൽ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന, ആ വീട് പരിപാലിക്കുന്ന പെണ്ണാണ്. അവളോടും അവളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ആ ഉത്തരവാദിത്ത ലംഘനമുണ്ടായാൽ ഒരു കുടുംബത്തിന് അപമാനമുണ്ടാകും. ഒരു പെണ്ണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ, ഭാര്യ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ, വീഴ്ച സംഭവിച്ചാൽ മുങ്ങുന്നത് കുടുംബമാകുന്ന കപ്പലായിരിക്കും, അല്ലേ? പക്ഷെ പലപ്പോഴും രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നത് ഇന്ന് വലിയ ഒരു പ്രശ്നമാണ്. പെൺകുട്ടികൾ ശരീരത്തിൻ്റെ നഗ്നഭാഗങ്ങൾ കാണിച്ച് പ്രദർശിപ്പിച്ച് ഡാൻസ് കളിക്കുന്ന ഫോട്ടോ സ്റ്റാറ്റസ് ആക്കിയിട്ട് അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് പലപ്പോഴും കുടുംബത്തിലെ വാപ്പിയുമ്മയൊക്കെ. നന്മക്ക് മാതൃക നൽകേണ്ടവരാണ് ഞങ്ങളെന്നും തിന്മയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും പാടില്ല എന്നുമുള്ള ബോധം പോലും പലപ്പോഴും പല കുടുംബത്തിലെ രക്ഷിതാക്കൾക്കില്ല. എന്തൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്, എന്തൊക്കെയാണ് നിരുത്സാഹപ്പെടുത്തേണ്ടത്, രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എന്തിനൊക്കെയാണ് മാതൃക നൽകേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങളുടെ ഇടപെടലുകൾ, ഏതൊക്കെ മേഖലകളിലാണ് ഉണ്ടാകുക, ബോധ്യമല്ല. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ആ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, ആ കുടുംബത്തിൽ കണ്ണുനീരുണ്ടാവും, കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടമാകും. ഇങ്ങനെ ഓരോന്നും ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, കുല്ലു ഫർദിൻ മിൻ ഉമ്മത്തിഹി ഇലൽ ഖിയാമി ബിവാജിബിഹി. ഉമ്മത്തിലെ ഓരോ മെമ്പർമാരും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യണം. റായി എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട വിഷയം ഏതാണോ അതിൽ സൂക്ഷ്മത പുലർത്തി അത് സൂക്ഷിക്കുന്നയാളാണ് റായി എന്ന് പറഞ്ഞാൽ. ഒന്നാമതായി നിങ്ങളുടെ മനസ്സിൽ വളരെ വിശദീകരിച്ച് പറയേണ്ട പോയിന്റാണ്, പക്ഷേ സംക്ഷിപ്തമായ ചില കാര്യങ്ങൾ ഇട്ട് തരികയാണ്. ഒന്നാമതായി എൻ്റെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വേണ്ടത്, ഇന്ന് മിക്ക കുടുംബങ്ങളും പ്രശ്നത്തിലാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവർ ഓരോരുത്തരും നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമില്ലാതെ അതിൽ വീഴ്ച വരുത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാരണം. ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടുകയാണ്, ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുന്നില്ല എന്നതാണ് അതിലേറ്റവും പ്രധാനമായ വിഷയം. രണ്ടാമത്തെ വിഷയം എന്താണ്? രണ്ടാമത്തെ വിഷയം,
ഇന്ന് ആധുനിക ലോകത്തെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആർക്കും സമയമില്ല, ബിസി, എല്ലാവർക്കും തിരക്കാണ്. ഈ തിരക്ക് നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ മുഴുവനും തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ഉമ്മ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് ഉണർന്നിരിക്കണം. ഭക്ഷണമൊക്കെ ഉഷാറായിട്ട് കഴിച്ച് ഉറക്കമൊക്കെ വരുന്നൊരു സമയമാണ്. ഞാൻ ബോറടിക്കാൻ മാത്രം പ്രസംഗിക്കൂല കേട്ടോ. പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടെ പറഞ്ഞ് അത് 20 മിനിറ്റ് ആണെങ്കിലും ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ഉറക്കം വരികയാണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. രണ്ടാമത്തെ പ്രശ്നം സഹോദരങ്ങളെ, ആർക്കും സമയമില്ല എന്നതാണ്. അടുക്കളയിലേക്ക് കയറുന്നൊരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം പണി തന്നെയാണ്. ഭയങ്കര തിരക്കാണ്. ഉറങ്ങാൻ സമയമില്ല, വിശ്രമിക്കാൻ സമയമില്ല, ഒന്ന് വ്യായാമം ചെയ്യാൻ പോലും സമയമില്ല. ഒക്കെ വീട്ടിലേതായ പല കാര്യങ്ങളിൽ ബിസിയാണ് വീട്ടമ്മമാർ. ഇനിയോ ഭർത്താക്കന്മാരുടെ സ്ഥിതി എന്താണ്? ജോലി തിരക്ക് പണ്ടത്തേതിനേക്കാൾ കൂടുതൽ ജോലി തിരക്കാണ്. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഒഴിവ് കിട്ടുകയാണെങ്കിലോ വീട്ടിലെ എല്ലാ മെമ്പർമാരും ബിസിയാണ്. എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. വീട്ടിൽ ഉമ്മണ്ട്, വാപ്പുണ്ട്, മക്കളുണ്ട്. എല്ലാവരും ഒരു ഹാളിൽ ഇരിക്കുന്നുണ്ട്. വാപ്പപ്പുറത്ത് ചെയറിലുണ്ട്, ഉമ്മ അപ്പുറത്തിരിക്കുന്നുണ്ട്, മക്കളപ്പുറത്തിരിക്കുന്നുണ്ട്. എല്ലാവരും വേറൊരു ലോകത്താണ്. ആർക്കും പരസ്പരം സംസാരിക്കാൻ സമയമില്ല. തങ്ങളുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പരസ്പരം വീട്ടിലെ മെമ്പർമാർ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ കുറവാണ്. തുറന്ന് സംസാരിക്കുന്നില്ല. അപ്പോൾ ആശയവിനിമയം കൃത്യമായി വീടുകളിൽ സമയമില്ലാത്തത് കൊണ്ട്, നടക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് മിക്ക വീടുകളിലും വലിയ പ്രശ്നങ്ങളാണ്. വീട്ടിലെ മെമ്പർമാരെ കുറിച്ച് തന്നെ മകന് വാപ്പാനെ കുറിച്ച് തെറ്റിദ്ധാരണയാണ്. വാപ്പാക്ക് അതല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് തെറ്റിദ്ധാരണയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് കുറേ പരാതികളുണ്ട്. ഇതൊക്കെ പരസ്പരം ഒന്ന് മനസ്സ് തുറന്ന് കമ്മ്യൂണിക്കേഷൻ കൃത്യമായ നിലക്ക് നടക്കുകയാണെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് കുടുംബത്തിൽ എന്ന് മാത്രമല്ല. ഇപ്പോൾ നമ്മളൊരു ഓഫീസിലാണെങ്കിൽ ആ ഓഫീസിൽ ഉള്ള മെമ്പർമാർ അതല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. ഒരു സ്ഥാപനത്തിൽ, കച്ചവട സ്ഥാപനത്തിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. ലോകം തന്നെ കൂട്ടരെ നിലനിൽക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന അത്ഭുതകരമായ സംവിധാനത്തിലാണ്. അതിൽ തകരാറ് വന്നാൽ ലോകം തന്നെ തകരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യലോകത്തിന് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദമിന് അല്ലാഹു സർവ്വകാര്യങ്ങളുടെയും പേര് പഠിപ്പിച്ച് എന്ത് കണ്ടാലും പേര് വെക്കാനുള്ള ആ അത്ഭുതകരമായ കഴിവ് മനുഷ്യർക്ക് അല്ലാഹു നൽകിയത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തു പറഞ്ഞതാണ്. അവിടെ മുതൽ തുടങ്ങിയതാണ് കമ്മ്യൂണിക്കേഷൻ. ഇത് അല്ലാഹു നൽകിയ അപാരമായ അനുഗ്രഹമാണ്. അതൊന്നൊന്നിച്ചിരുന്ന് പരസ്പരം ചേർന്നിരുന്ന് പരസ്പരം സംസാരിച്ച് ഉള്ളു തുറന്ന് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടാൽ ഏത് കുടുംബങ്ങളിലാണ് പ്രശ്നം ഉണ്ടാകാതിരിക്കുക? ആലോചിച്ച് നോക്കൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വേണം, പരസ്പരം സംസാരിക്കണം. അതിന് എന്ത് വേണം? നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഭാര്യയുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ, സംസാരിക്കാൻ, മക്കളുടെ വിഷയങ്ങളൊന്ന് കേൾക്കാൻ, ആഴ്ചയിൽ ഒരു ചെറിയ സമയമെങ്കിലും അവരുമായി ഒന്ന് പുറത്തു പോകാൻ. ഈ പുതിയ കാലത്ത് നമ്മൾ സമയം കണ്ടില്ല എങ്കിൽ ഓരോരുത്തരും ജീവിക്കുന്ന ലോകത്ത് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ധാരാളമാണ്. ആ പ്രശ്നങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ഇടപെട്ട് ആ ഒരു കുടുംബത്തിലെ സമാധാന സമ്പൂർണമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തന്ന അപാരമായൊരു അനുഗ്രഹമാണ്. ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ആമുഖമായി ഓതി വച്ച വചനത്തിൽ തന്നെ അള്ളാഹ് പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ അടയാളമായി റബ്ബ് പരിചയപ്പെടുത്തുന്നത് എന്തെന്നറിയുമോ? നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു എന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അവൻ സ്നേഹത്തെയും അതേപോലെ തന്നെ കാരുണ്യത്തെയും ഒക്കെ ഇട്ട് ഊട്ടിയുറപ്പിച്ചു എന്നാണ്. വമിൻ ആയാതിഹി, ധാരാളം വിവാഹ സദസ്സുകളിൽ നമ്മൾ കേട്ട ഒരു ആയത്താണിത്. വമിൻ ആയാതിഹി, അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. എന്താണത്? നിങ്ങളെ അവൻ ഞാൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളെ അവൻ ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്, അവൻ്റെ ദൃഷ്ടാന്തമാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹത്തെയും കാരുണ്യത്തെയും ഇട്ടുതരികയും ചെയ്തിരിക്കുന്നു എന്നാണ് അല്ലാഹ് പറഞ്ഞത്.
അപ്പോൾ ഈ സ്നേഹവും കാരുണ്യമൊക്കെ ഇട്ട് തന്നു. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്നേഹം കാത്തു സൂക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല. സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കേണ്ട ഒരു വികാരമാണ്. മൃദുലമായ ശക്തമായ ആ വികാരം പ്രകടിപ്പിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുള്ളൂ നമുക്ക് സ്നേഹമുണ്ട് എന്നുള്ളത്. അത് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ വാക്കുകളിലൂടെയാണ്, നമ്മുടെ സംഭാഷണങ്ങളിലൂടെയാണ്. ഈ സ്നേഹമെന്ന വികാരത്തെ സംഭാഷണങ്ങളിലൂടെ, സംസാരങ്ങളിലൂടെ തൻ്റെ ഇണകൾക്ക്, മക്കൾക്ക് പകർന്നു നൽകിയാൽ പിന്നെ എന്ത് പ്രശ്നം അവിടെ ഉണ്ടാവും? അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ സംസാരമുണ്ടാകണം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ഇനി അതോടൊപ്പം തന്നെ ഇന്ന് പലപ്പോഴും മിക്ക കുടുംബങ്ങളിലുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്നറിയോ? സംഭാഷണ പാളിച്ച. ചില സംസാരങ്ങൾ ചിലപ്പോൾ മക്കളിൽ, അതേപോലെ തന്നെ ഭാര്യയിൽ, അതേപോലെ അല്ലെങ്കിൽ ഭർത്താവിൽ ഒക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതൊരു പക്ഷേ വിവാഹമോചനത്തിലേക്ക് വരെ എത്തും. ഇപ്പം കഴിഞ്ഞ ദിവസത്തിൽ ഒരാൾ എന്നോട് സംസാരിച്ചത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹമോചനത്തിലേക്ക് വരെ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അയാൾ അങ്ങനെ സംസാരിച്ചത് എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയില്ല, എനിക്കത് മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സംഭാഷണ പാളിച്ച. ഒരു ഒറ്റ വാക്ക് മതി. അപ്പോൾ നമ്മൾ ഇത്തരം മേഖലകളിൽ കുടുംബത്തിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെ ദേഷ്യം വരുമ്പോൾ എന്തും പറയാന്നുള്ളതല്ല, മറിച്ച് പറയുന്ന വാചകങ്ങൾ ആലോചിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ പ്രയോഗിക്കേണ്ടത്. അതിൻ്റെ അനന്തരഫലങ്ങൾ ഏറെ വലുതാണെന്ന് ചിന്തിക്കണം. ഇസ്ലാം തന്നെ വാക്കുകളുടെ അനന്തരഫലം വളരെ ഗൗരവമാണെന്ന് സൂചിപ്പിച്ച ദീനാണ്. സംഭാഷണ പാളിച്ച. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ ഭർത്താവ് ചോദിക്കുകയാണ് ഭാര്യയോട്, എൻ്റെ മൊബൈൽ എവിടെ? ഭാര്യയോട് ചോദിക്കുകയാണ് ഭർത്താവ്. അപ്പോൾ ഭാര്യ പറയാണ്, നിങ്ങളെ മൊബൈൽ വീട്ടിനകത്ത് ആ റൂമിൽ ആ മേശയുടെ മുകളിലിട്ട്. ആ ഒരു പ്രതികരണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? പക്വമായ ഒരു പ്രതികരണമാണ്, മാന്യമായ ഒരു പ്രതികരണമാണത്, അല്ലേ? ഇനി രണ്ടാമത്തെ സംഭാഷണം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഭർത്താവ് ചോദിക്കുകയാണ് ഭാര്യയോട്, എൻ്റെ വാച്ച് എവിടെ? അപ്പോൾ ഭാര്യ പറയാണ്, നിങ്ങളെ വാച്ച് നിങ്ങളല്ലേ സൂക്ഷിക്കേണ്ടത്, നിങ്ങൾ വെച്ചോടത്തുണ്ടാവും. അങ്ങനെ പറഞ്ഞല്ലോ, അതൊരു ഖണ്ഡനമാണ്, അതൊരു ഖണ്ഡനത്തിൻ്റെ ശൈലിയാണ്. അപ്പോൾ അപ്പുറത്തെ ആളിൽ നിന്നും അതല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും പ്രതികരണത്തിന് ചാൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രതികരണമാണത്. ചിലപ്പോൾ വൈകാരികമായ പ്രശ്നങ്ങൾക്ക് അടിമപ്പെട്ട് തിരിച്ചും പ്രതികരണമുണ്ടായാൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണങ്ങൾ വളരെ പ്രധാനമാണ്. ഒരു ചായ ചൂടോടെ തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാര്യ പറയാണ്, ചൂടോടെ ചായ തരാൻ നിങ്ങളതിന് ഇവിടെ ഉണ്ടാവണ്ടേ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കയറി വന്നിട്ട് ഞാൻ എങ്ങനെ ചായ ചൂടോടെ തരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ശൈലികൾ അത് സഹോദരങ്ങളെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ കുടുംബത്തിൽ സംസാരിക്കാനും ഇടപഴകാനും ഉള്ളു തുറക്കാനുമുള്ള സമയം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ സംഭാഷണങ്ങളിൽ വരുന്ന പാകപ്പിഴവുകളും അതേപോലെ പാളിച്ചകളും മഹത്തായ കുടുംബ സംവിധാനത്തിൻ്റെ ആണിക്കല്ലിളക്കുമെന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മൂന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയുമോ? ഞാൻ വേഗത്തിൽ ഓടിച്ചു പോകണം. മൂന്നാമത്തെ പ്രശ്നം ഈ കുടുംബ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ പുതുതലമുറ. കുടുംബം തന്നെ വേണ്ട, കുടുംബ സംവിധാനത്തിൻ്റെ അടിത്തറ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? വിവാഹേ വേണ്ട, വേണ്ട, വിവാഹം വേണ്ട. വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയോ അതിനെക്കുറിച്ചുള്ള ആലോചനയോ പുതിയ കാല തലമുറയുടെ അജണ്ടയിൽ തന്നെ ഇല്ല. ഇപ്പോഴത്തെ ഞാൻ ഇന്ത്യയിലെ ഒരു ഡേറ്റിംഗ് ആപ്പ് നടത്തിയ ഒരു സർവേ പരിശോധിച്ചു. ആ സർവേയിൽ പറയുന്നത് ഇന്ത്യയിലെ 60% പെൺകുട്ടികൾ, അതല്ലെങ്കിൽ 3/4% വരുന്ന പെൺകുട്ടികൾ അവരുടെ അഭിപ്രായം ആരായുകയാണ് ആ ആപ്പ്. അപ്പോൾ ആ പെൺകുട്ടികളുടെ അഭിപ്രായം അവർ പറയുന്നത് ഞങ്ങൾക്ക് വിവാഹം വേണ്ട, ഒറ്റക്കുള്ള ജീവിതം മതി എന്നാണ്. ആ ആപ്പ് ഫേക്കാണോ അതല്ല അത് റിയലാണോ ഒറിജിനലാണോ എന്നറിയില്ല. അതിൻ്റെ താഴെയുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും പരിശോധിച്ചപ്പോൾ അധികം സ്ത്രീകളും നൽകിയ അഭിപ്രായങ്ങൾ കണ്ടപ്പോൾ ഞെട്ടിത്തെരിച്ചു പോവുകയാണ്. അവരതിനെ സപ്പോർട്ട് ചെയ്യണം, സന്തോഷിക്കണം. അതാണ് ഒറ്റക്കുള്ള ജീവിതമാണ് നല്ലത്, അതാണ് നല്ല കാര്യം
അതല്ലാതെ വിവാഹം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് എന്ന നിലക്ക് വിവാഹത്തെ തീരെ അംഗീകരിക്കാതെ ഞങ്ങൾക്ക് വിവാഹം വേണ്ട, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി എന്ന് പെൺകുട്ടികൾ തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പുതിയ കാലം എത്തിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇനി വരും കാലങ്ങളിൽ നമ്മുടെ കുട്ടികളോട്, മകളോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട്, മകളെ ഇതാ ഒരു വിവാഹാന്വേഷണം വന്നിട്ടുണ്ട്, അത് തിരക്കേടില്ല, നമ്മുടെ ദീനിന് പറ്റുന്ന, നമ്മുടെ സംസ്കാരത്തിന് പറ്റുന്നതാണ്, അതുകൊണ്ട് എൻ്റെ മകൾ അതിന് സമ്മതം മൂളണം എന്ന് പറയുമ്പോൾ, ഇല്ല വാപ്പാ ഞാനതിനൊരുക്കമല്ലെന്ന് പറയുമ്പോൾ അവളെ ഒന്ന് വിവാഹത്തിന് വേണ്ടി സമ്മതിപ്പിക്കാനായിരിക്കും നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ത്യാഗം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിടേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ വിശദമായ നിലക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, പരിഹാരങ്ങൾ കാണേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഇന്ന് പൊതുവെ സ്ത്രീകൾ എന്തോ ഒരു അസ്വസ്ഥത അവരെ ബാധിച്ചിരിക്കുകയാണ്. അതിന് പ്രധാനമായ കാരണം ഈ സോഷ്യൽ മീഡിയ, ഈ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, അതേപോലെ തന്നെ ടിക്ടോക്ക്, ഇതൊക്കെ കാണുന്ന സ്ത്രീകൾ, കാര്യമായ പണിയൊന്നുമില്ലാത്ത ചില സ്ത്രീകൾ ഇതിങ്ങനെ കാണുമ്പോൾ അവർക്കിങ്ങനെ തോന്നുകയാണ്, എന്ത്, ഇതിപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിരുന്നാൽ ശരിയാവില്ല, എനിക്കും എന്തെങ്കിലും ഒരു പരിപാടി വേണം. കണ്ടോ അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, മറ്റവൾ അവിടെ യാത്ര പോകുന്നു, ഇന്ന പെണ്ണ് ഇത് ചെയ്യുന്നു, മറ്റുള്ള അതിൻ്റെ കച്ചവടം ചെയ്യുന്നു, ഇവൾ ഇതിൻ്റെ പരസ്യം കൊടുക്കുന്നു, ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വളരെ നിലവാരം കുറഞ്ഞ പണിയാണ് എന്ന ഒരു ചിന്താഗതി ആരൊക്കെയോ നമ്മുടെ സ്ത്രീകളുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ പരിപാടി, ഹൗസ് വൈഫ് എന്ന് പറയാനൊരു കുറവാണ്. അപ്പോൾ പലരും അത് പേര് മാറ്റിയിട്ട് വേറെന്തൊക്കെ ആക്കാനുള്ള പരിപാടിയിലാണ്. ഹോം മേക്കർ, അതേപോലെ തന്നെ വേറെ കുറേ പേരുകളൊക്കെ നൽകി അത് എന്തോ ഒരു അസ്വസ്ഥതയിലാണ് നമ്മുടെ സ്ത്രീകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിന് കാരണം പറയുന്നത് എന്താണെന്നറിയോ? വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങൾ വരും, അപ്പോൾ എനിക്കെന്തെങ്കിലും ഒരു തൊഴിൽ വേണം, ഒരു ജോലി വേണം, എല്ലാ കാര്യത്തിനും ഞാനിപ്പോൾ ഇങ്ങനെ ഭർത്താവിൻ്റെ മുമ്പിൽ കൈ നീട്ടണ്ടേ എന്ന നിലക്കുള്ള ഒരു വർത്തമാനമാണ് പലപ്പോഴും ചിലരിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്ത് വർത്തമാനമാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എല്ലാറ്റിനും നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടണ്ടേ, നിങ്ങളോട് ചോദിക്കണ്ടേ എന്നാ പറയുന്നത്. ശരിക്ക് ആ വർത്തമാനം എത്രമാത്രം നന്ദികേടാണ്. പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഭർത്താക്കന്മാർ ഗൾഫിൽ പോയത്, നമ്മുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോയത് എന്തിനാണ്? നമ്മളെ വീട് പോറ്റാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന വാപ്പയുടെ റോൾ എന്താണ്? വാപ്പ എന്തിനാണ് ത്യാഗം സഹിച്ചത്? ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൗവനകാലം മണലാരണ്യത്തിൽ കഴിച്ചു തീർത്തത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയായിരുന്നു? അവിടെ 10-16 മണിക്കൂർ, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള മണലാരണ്യങ്ങളിൽ 10-16 മണിക്കൂർ ജോലി ചെയ്തിട്ട് ജീവിതത്തിൽ ഒന്നും ആസ്വദിക്കാതെ 3-4-5 പേരുകൾ താമസിക്കുന്ന റൂമുകളിൽ ആവശ്യത്തിന് സമാധാനപൂർവ്വം ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും അവസരമില്ലാതെ അവിടെ യൗവനം തീർത്ത് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും വലിയ വലിയ വീടുകൾ ഉണ്ടാക്കി തരികയും അവിടെ AC-യും സർവ്വ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്ത് ഈ മനുഷ്യൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെട്ട് ജീവിതത്തെ ഈ നിലയ്ക്ക് ത്യാഗപൂർണമായി നിങ്ങൾക്ക് വേണ്ടി കഴിച്ചുകൂട്ടിയെങ്കിൽ പിന്നെ അതിൻ്റെ പ്രസക്തി എന്താണ് നമ്മുടെ സമുദായം ആളുകൾ ചിന്തിക്കാതെ പോകുന്നത്? അല്ലേ? ഉപ്പമാര്, അതല്ലെങ്കിൽ ഭർത്താക്കന്മാര് അവരുടെ വേദനകൾ ആരോടും പറയാറില്ല, അവരുടെ പ്രയാസങ്ങൾ ആരോടും പങ്കുവെക്കാറില്ല, അവർ പൊട്ടിക്കരയാറില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വാപ്പമാര് പൊട്ടിക്കരയുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉപ്പ പൊട്ടിക്കരയുന്നത് കണ്ടിട്ടുണ്ടോ? സ്ത്രീകൾ അവരുടെ വിഷമം പറഞ്ഞ് പൊട്ടിക്കരയും. അവരുടെ ഉമ്മയുടെ അടുക്കൽ, ഉപ്പയുടെ അടുക്കൽ, അതല്ലെങ്കിൽ മക്കളുടെ അടുക്കൽ സമൂഹത്തിൻ്റെ മുമ്പിൽ വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ പൊട്ടിക്കരയാറുണ്ട്. പക്ഷേ പലപ്പോഴും രക്ഷിതാക്കൾ, ഉപ്പമാർ, ഭർത്താക്കന്മാർ അവർ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നു കുടുംബം പോറ്റാൻ വേണ്ടി. പക്ഷേ ആരുടെ മുമ്പിലും പൊട്ടിക്കരയാറില്ല, വിങ്ങിക്കരയാറില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും അടക്കാനാകാതെ ഹൃദയം പൊട്ടി മരിക്കുന്ന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അല്ലേ? അയാൾ ഹൃദയം പൊട്ടി മരിച്ചു അത്രേ, സ്ട്രോക്ക് വന്നു അത്രേ, ഇപ്പോൾ മിണ്ടാട്ടമില്ല എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നോക്കൂ നിങ്ങൾ, അത്രയും സങ്കടങ്ങൾ ഒതുക്കിപ്പിടിച്ച് കുടുംബത്തിന് വേണ്ടി ഈ നിലക്ക് പ്രയാസപ്പെടുമ്പോൾ എന്നിട്ടും ഇന്ന്
പുതിയ കാല ലോകത്ത് കുടുംബത്തിൽ ചില കുടുംബിനികൾ പറയുകയാണ്, എനിക്കെൻ്റെ സ്വന്തം കാലിൽ നിന്നെങ്കിലേ കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ, ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് എനിക്കത്ര താല്പര്യമില്ല, എനിക്കെൻ്റേതായ സാമ്പത്തിക സോഴ്സ് വേണമെന്ന് പറഞ്ഞത് എവിടെ നിന്നാണ് പുതിയ കാല കുടുംബങ്ങൾക്ക് ഈ ആശയം കിട്ടിയത്? കുടുംബം എന്ന സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ഇന്ന് പല രൂപത്തിലുള്ള ആശയങ്ങൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ പലരും അവരുടെ മനസ്സിലേക്ക് ഞാൻ സംതൃപ്തയല്ല, ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന ഒരു ചിന്താഗതി അവരുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് അതിനടിമപ്പെടുക. എന്നിട്ട് അവിടെ നിന്ന് വളർന്നു വരുന്ന മക്കളുടെ ചിന്തയോ അവരും ഇതേപോലെ ചിന്തിക്കുന്നത്. ആ കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന പെൺകുട്ടികൾ ചിന്തിക്കുന്നത് എന്താണ്? എന്താ വിവാഹം കഴിക്കേണ്ട മോളെ? അല്ല, ഞാനേ കുറച്ചും കൂടി പഠിക്കാനുണ്ട്, എൻ്റെ പഠനം കഴിഞ്ഞിട്ടില്ല, എനിക്കൊരു ജോലി വേണം. എൻ്റെ മോളെ, വിവാഹത്തിൻ്റെ പ്രായം അല്ല, എനിക്ക് ആരെയും ആശ്രയിക്കാതെ ഞാൻ സ്വന്തമായി നിൽക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാകണം എന്നാണ് പുതിയ കാലത്തുള്ള പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത്. ഇത് പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ആവറേജ് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും, അത് നല്ലൊരാശയല്ലേ, ആ പെൺകുട്ടി ഒറ്റയ്ക്ക് അവരുടേതായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു ജോലി അന്വേഷിച്ചിട്ടല്ലേ, അതുകൊണ്ട് അത് കുഴപ്പമില്ല, അതൊരു നല്ല ആശയമാണ്. പക്ഷേ അത് അപകടം പിടിച്ച ആശയമാണ്. ആരും ജോലിക്ക് പോകണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഒരു കുട്ടി പഠിച്ച് ജോലി നേടേണ്ടതില്ല എന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ആ ചിന്ത അത് എന്തിൽ നിന്നുള്ള ചിന്തയാണ്? അതെ, ഞാൻ ആരെയും ആശ്രയിക്കാതെ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാൻ, സ്വന്തമായി നിലനിൽക്കണം, ഒരു സ്വതന്ത്രവാദത്തിൻ്റെ പിന്നിൽ നിന്നുണ്ടാകുന്ന ചിന്തയാണത്. അത് വിവാഹമാകുന്ന സംവിധാനത്തെ തകർത്തെറിയാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇട്ടുകൊടുത്ത ചിന്തയാണത്. ഇത് നമ്മൾ പറയുമ്പോൾ, ഇത് പൊതുസമൂഹത്തോട് പറയുമ്പോൾ പറയാണ്ട, അയാൾ പറയണ എന്താ, സ്ത്രീകൾ ജോലിക്ക് പോകണ്ടെന്നാ പറയുന്നത്, അല്ലെങ്കിൽ പഠിക്കുന്നതിനെതിരാണ്, ജോലി നേടുന്നതിനെതിരാണ്. അല്ല, സംഗതിയുടെ കൃത്യമായ അതിൻ്റെ ആ വഴി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ നടക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ആരെയും ആശ്രയിക്കാതെ എനിക്ക് സ്വന്തം ഒരു സംവിധാനം വേണം എന്ന് പറയുന്നത്, പിന്നെന്തിനാണ് വിവാഹം കഴിക്കുന്നത്? പിന്നെന്തിനാണ് വിവാഹം? വിവാഹം എന്ന് പറയുന്നത് എന്താണ്? വിവാഹം എന്ന് പറയുന്നത് പരസ്പരം ആശ്രയിക്കലാണ്. പരസ്പരം ആശ്രയിക്കലാണ്. രണ്ടാൾ വിവാഹം കഴിച്ചു, എന്നിട്ട് പറയാണ് രണ്ടാളും ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ ആരെയും ആശ്രയിക്കൂല. മറ്റേയാൾ പറയണേ ഞാനും സ്വതന്ത്രനാണ്, ഞാൻ ആശ്രയിക്കൂല, എനിക്ക് ആരെയും ആശ്രയം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കണോ? വിവാഹം കഴിക്കണ്ട. മറിച്ച് വിവാഹം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ ഭാര്യയെ ആശ്രയിക്കണം, എനിക്ക് അവളിൽ നിന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടേണ്ടതുണ്ട്, ആശ്രയിക്കേണ്ടതുണ്ട് അവളെ. ഭാര്യ എന്നെ ആശ്രയിക്കണം. ഇങ്ങനെ പരസ്പരം ആശ്രയിച്ച് രണ്ട് കഴിവഴികളായി ഒഴുകിപ്പോകുന്ന രണ്ട് നദികൾ അത് ഒന്നിച്ചു ചേരുമ്പോൾ ഒരു മഹാസമുദ്രമായി, മനോഹരമായ ഒരു നദിയായി മാറി ഒന്നിച്ചൊഴുകുന്ന ഒരു മനോഹരമായ സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാതെ ഞങ്ങൾ സ്വതന്ത്രരാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നത് ശരിയായ ഒരു സമീപനമല്ല എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത്. ഇതൊക്കെയാണ് ഇന്ന് കുടുംബത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. ശരിക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അവരെപ്പോഴും മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. അവനെപ്പോഴും ബന്ധങ്ങളുണ്ട്. നമ്മളെയൊക്കെ വേർതിരിക്കുന്നത് എന്താണ്? ബന്ധങ്ങളാണ്. നമ്മുടെ ബന്ധങ്ങളിൽ നമ്മളെപ്പോഴും കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. ആ ബന്ധങ്ങളിൽ കെട്ടുപിണഞ്ഞു കിടക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായി തീരുന്നത്. നമുക്ക് വാപ്പുണ്ട്, അതേപോലെ തന്നെ ഉമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്, അതേപോലെ നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ട്. ഇവരോട് ബന്ധപ്പെട്ട് ഇവരുമായി ബന്ധിപ്പിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഇപ്പോഴാണ് കുടുംബ സംവിധാനമായി മാറുന്നത്. ഇതല്ലാതെ എന്താണ്, എനിക്ക് എല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന ഒരു ചിന്താഗതി പലപ്പോഴും ഈ നിലക്കുള്ള ഒരു അപകടത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ. അപ്പോൾ ഇന്ന് പ്രധാനമായും വിവാഹം വേണ്ട എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാം എന്ന ഒരു ബോധം പലരുടെയും മനസ്സിൽ ഇട്ടുകൊടുത്തു എന്നതാണ്. രണ്ടാമതായി സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്, വിവാഹം വേണ്ട എന്ന് പറയാൻ ഇന്ന് പുതുതലമുറ പറയുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഉത്തരവാദിത്വം. എന്താ, വിവാഹം കഴിക്കുന്നില്ലേ? അപ്പോൾ പറയുന്നത് എന്താ, അതൊക്കെ വലിയ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ അതിനോട് താല്പര്യമല്ല, അങ്ങനെ വിവാഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന നിലക്കുള്ള മറുപടി സമൂഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കണം. അതെന്താ പ്രശ്നം എന്നറിയോ? ഈ പുതിയ കാല ലോകത്ത് മനുഷ്യൻ്റെ ആസ്വാദനങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ടായി എന്നതാണ്. ലൈഫ് എൻജോയ് ചെയ്യുന്ന കാര്യത്തിൽ
വലിയ വ്യത്യാസങ്ങളുണ്ടായി ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലത്ത്. ഇന്ന് പുതുതലമുറ പലപ്പോഴും ആഗ്രഹിക്കുന്നത് ഏത് കാര്യങ്ങളാണെങ്കിലും ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യണം. വേറെ ആരും കൂടെ വേണ്ട, ഒറ്റയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുക. ഞാൻ സമ്പാദിക്കുന്നു, എൻ്റെ സമ്പാദ്യം ഞാൻ ഒറ്റയ്ക്ക് ആസ്വദിക്കുന്നു എന്ന ഒരു ചിന്തയിലേക്ക് ഇന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഒരു 35-40 വയസ്സായ ആളുകളുണ്ടാവുമല്ലോ ഈ സദസ്സിൽ. അവരൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ശരിക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം എൻജോയ് ചെയ്യാൻ കഴിയും? ഇപ്പോൾ മനോഹരമായ പ്രകൃതി രമണീയമായൊരു സ്ഥലം, നമ്മളവിടെ പോവുകയാണ്. അവിടെ ഇങ്ങനെ ആ മലൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ പച്ചപ്പുള്ള അല്ലെങ്കിൽ ആ മനോഹരമായ ഒരു പ്ലേസിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ നമ്മളാരെങ്കിലും ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കില്ല. അപ്പോൾ നമ്മൾ കൊതിക്കെന്താ, എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മക്കളുണ്ടായിരുന്നെങ്കിൽ ഇത് എന്തൊരാസ്വാദനമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുക. പക്ഷേ പുതുതലമുറ എങ്ങനെയല്ല ചിന്തിക്കുന്നത്. പുതുതലമുറ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, പുതിയൊരു ട്രിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാം. സോളോ ട്രിപ്പ് കേട്ടിട്ടുണ്ടോ? സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഗോ ഓൺ ട്രിപ്സ്. ട്രാവൽ ചെയ്യുക. പുതുതലമുറ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? വിത്തൗട്ട് കമ്പാനിയൻസ് ഓർ ഫ്രണ്ട്സും ഇല്ല, അല്ലെങ്കിൽ കൂട്ടുകാരില്ല, ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ലോകം ചുറ്റുക. ഒരു ബൈക്ക് വാങ്ങുക, ഒരു ബുള്ളറ്റിൻ്റെ ബാക്കിൽ കുറേ ബാഗും സൗകര്യങ്ങളൊക്കെ കെട്ടിവെക്കുക, ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നല്ലൊരു ലോകം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാറോ ജീപ്പോ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ പോവുക, ലോകം ചുറ്റുക. എന്നിട്ട് ഓരോ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഹായ് ഗൈസ്, കാണുന്നില്ലേ ഞാൻ ലഡാക്കിലാണ്, ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണ്. ആരാ കൂടെ ഉള്ളത്? ആരുമില്ല. ഇയാൾ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാൻ. ഇതാണ് തര എൻജോയ്, ആസ്വാദനം. ആരും വേണ്ട, ലൈഫ് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ നിലക്കുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകൾക്ക് ഒരു കുടുംബ സംവിധാനത്തിലേക്ക് കടന്നു വരാൻ പറ്റുമോ? വലിയ അപകടമാണ് ഞാൻ പറയുന്നത്. വലിയ അപകടത്തിലേക്കാണ് പുതുതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. ആസ്വാദനത്തിൻ്റെ ശൈലിയും രൂപവും മാനസികാവസ്ഥയും എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഞാൻ എവിടേക്ക് വരുന്നുണ്ട്, പരിഹാരങ്ങളിലേക്ക് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇന്നത്തെ വിവാഹം വേണ്ട എന്ന് പറയുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്നെ ആരും നിയന്ത്രിക്കണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം. ഇന്നത്തെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ആർക്കും ആരോടും ഒന്നും പറയാൻ പറ്റൂല എന്നുള്ളതാണ്. അതെന്തുമാത്രം വലിയൊരു പ്രതിസന്ധിയാണ്. വാപ്പ ഒന്ന് മകനെ ശാസിച്ചു കഴിഞ്ഞാൽ, മോനെ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവൻ പറയും തരാം, ഞാനും എൻ്റെ വാപ്പയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഒരു സുഖല്ല, ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ഞാനും എൻ്റെ വാപ്പയും എന്നാണ്. എന്താ പ്രശ്നം? കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചങ്ങാതി അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് എന്താ, ഞാനും വാപ്പയും ടോക്സിക് റിലേഷൻഷിപ്പാണ്. അധ്യാപകൻ, പണ്ടൊക്കെ നമ്മളൊക്കെ നമ്മുടെ അധ്യാപകരെ കാണുമ്പോൾ, ഇന്നും നമ്മുടെ ഗുരുനാഥന്മാരെ കാണുമ്പോൾ നമുക്കിപ്പോഴും അവരെ ആദരവാണ്, ഭയമാണ്, അല്ലേ? അവരന്ന് നമുക്ക് പകർന്നു നൽകിയ വിജ്ഞാനം മാത്രമല്ല, അവർ നമുക്ക് മര്യാദയും മതവും എല്ലാം പകർന്നു തന്നിട്ടുണ്ട്. അത് ഇന്നും നമ്മുടെ ലൈഫിൽ നമുക്ക് ദിശാബോധം നൽകുന്ന കാര്യങ്ങളാണ്. അന്ന് എൻ്റെ ഗുരുനാഥനാണ് എന്നെ അവിടേക്ക് വഴിതിരിച്ചു വിട്ടത്. അന്ന് അയാൾ നൽകിയ ശിക്ഷണമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് വെളിച്ചമേകിയത് എന്ന് ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും എണ്ണി പറയാൻ കഴിയും. പക്ഷേ ഇന്ന് അധ്യാപകനൊരു റോളുമില്ല. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിലെ പ്രധാനാധ്യാപകൻ്റെ ഒരു കുറിപ്പ്, അയാളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം പങ്കുവെക്കുന്ന വേദനാജനകമായൊരു കുറിപ്പ് അയാൾ മീഡിയയ്ക്ക് മുമ്പിൽ പുറത്തുവിട്ടത് ഞാൻ വായിച്ചപ്പോൾ വേദനിച്ചു പോയി. സ്കൂളിലെ പ്രധാനാധ്യാപകനാണ്. അയാൾ പറയാണ്, സ്കൂളിൽ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന, അതല്ലെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ചെയ്തു കൂട്ടുന്ന അരുതായ്മകൾ വേണ്ടെന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കരുത് കേട്ടോ, നീ നിന്റെ പണി നോക്കിയാൽ മതി. സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് അത് ദുരുപയോഗം ചെയ്യുമ്പോൾ കുട്ടിയുടെ കയ്യിൽ നിന്നൊരു അച്ചടക്കത്തിന് വേണ്ടി അതൊന്ന് വാങ്ങി വെച്ചപ്പോൾ സ്കൂൾ അധ്യാപകനോട്, പ്രധാനാധ്യാപകനോട് പറഞ്ഞതെന്താ, എനിക്കൊരു സ്വഭാവമുണ്ട്, പുറത്ത് കണ്ടാൽ ഞാൻ തീർത്ത് കളയും. നമ്മളൊക്കെ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ? നിയന്ത്രിക്കണ്ട. അതിനോ ഇത്തരം ചിന്താഗതികൾക്ക് ആക്കം കൂട്ടുന്ന നിയമ സംവിധാനങ്ങളും. ആരെങ്കിലും നിങ്ങളെ പീഡിപ്പിച്ചാൽ ഉടൻ വിളിക്കണേ, ഞങ്ങൾ ഓടിയെത്തും. എന്താ? പീഡനം. അധ്യാപകൻ ഒന്ന് പേടിപ്പിച്ചതായിരിക്കും, പക്ഷേ കേസ് വരുമ്പോഴെന്താണ്? പീഡനമായി മാറുകയാണ്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം വലിയ പ്രതിസന്ധിയിലൂടെയാണ്. നിയന്ത്രണം ഇഷ്ടപ്പെടാത്തവർ,
നിയന്ത്രണം ഇഷ്ടപ്പെടാത്തവർ, അല്ലേ? റെസ്പോൺസിബിലിറ്റി ഇല്ല, നിയന്ത്രണം ഇഷ്ടപ്പെടുന്നില്ല, ഉത്തരവാദിത്വത്തോട് താല്പര്യമില്ല, സ്വയം നിലനിൽക്കണമെന്ന സ്വതന്ത്രമായ വാദം മനസ്സിൽ വെച്ചു പുലർത്തുകയാണ്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടില്ല. ഇനിയോ വിവാഹത്തോടും പുറംതിരിഞ്ഞു നിൽക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ വിവാഹത്തിനോട് ഒരു പേടി എന്നാണ്. 2018 നടത്തിയ ഒരു പഠനം നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഒരു പ്രത്യേക വേർഡ്, ഗാമോഫോബിയ എന്നാണ് അതിൻ്റെ പേര്. ഗാമോഫോബിയ. പല ഫോബിയയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതൊരു പുതിയ ഫോബിയൻ, ഗാമോഫോബിയ. ഗാമോ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് പദമാണ്. ഗ്രാമോ എന്നതിൻ്റെ അർത്ഥം ഗാമോ എന്നതിൻ്റെ അർത്ഥം വിവാഹം എന്നാണ്. ഗാമോ. ഫോബിയ എന്ന് പറഞ്ഞാൽ പേടി, വിവാഹത്തെ പേടി. എന്താ വിവാഹത്തെ പേടി? ഇന്ന് പുതുതലമുറയിൽപ്പെട്ട അധിക പെൺകുട്ടികൾക്കും വിവാഹത്തെ തന്നെ വളരെ പേടിയോടുകൂടെയാണ് അവർ നോക്കിക്കാണുന്നത്. അതിന് പല റീസൺസും ഇന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ, സ്കൂളുകളിൽ നിന്ന് തന്നെ കുട്ടികൾ പ്രേമിക്കുകയാണ്. അപ്പോൾ പ്രേമമില്ലാത്ത കുട്ടികൾ ഇന്ന് വളരെ കുറവാണ്. ഇല്ല, നമ്മൾ പറയല്ലോ അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം കിട്ടിയവരൊഴികെ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇന്ന് ആ രംഗത്ത് പലപ്പോഴും വലിയ പ്രയാസം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഈ പ്രേമത്തിലൂടെ പലരും വിവാഹത്തിലെത്തുന്നു, പക്ഷേ അതിന് നിലനിൽപ്പുണ്ടാവില്ല. മിക്ക പ്രേമ വിവാഹങ്ങളും ആ ദാമ്പത്യബന്ധം പകുതിയിൽ തകർന്ന് തരിപ്പണമാകുന്നതാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ബാക്കപ്പ് ഉണ്ട്, പ്രേമത്തിൽ നിന്ന് കിട്ടുന്ന ബാക്കപ്പ്, ദുരനുഭവം. കാരണം പലരും പ്രേമം നടിച്ച് പെൺകുട്ടികളെ വലയത്തിലാക്കുന്നത് തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, അതല്ലാതെ അവരോടൊപ്പം കാലകാലം ജീവിക്കാൻ വേണ്ടിയൊന്നുമല്ല. പക്ഷേ പലപ്പോഴും ഇത് നമ്മുടെ പെൺകുട്ടികളെ മനസ്സിലാക്കാതെ ഇത്തരം പ്രേമവലയങ്ങളിൽ അകപ്പെട്ട് ഈ സമുദായത്തെ തീരാ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാൻ, പലരുടെയും ജീവിതം തകർക്കാൻ വേണ്ടി ഗൂഢമായി പ്രേമിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബാക്കപ്പ് ഉണ്ടല്ലോ, അതല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ദുരനുഭവമുണ്ടല്ലോ, അതോർക്കുമ്പോൾ പിന്നെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല പെൺകുട്ടികൾക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു അഭിമുഖം കണ്ടു. അപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, വിവാഹം വേണ്ടേ? ഇല്ല, എൻ്റെ അധിക കൂട്ടുകാരികളും ഡിവോഴ്സുകളാണ്, അതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ അവരുടെ പഠനം മുടക്കിയ, അവരുടെ കുടുംബം തകർത്ത ആ വിവാഹം എനിക്ക് വേണ്ട. അപ്പം എന്തേ ഇവളെ കൂട്ടുകാരികളൊക്കെ എങ്ങനെ വിവാഹത്തിൽ പോകുന്നത്? അധികം സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന് പ്രേമിച്ച് പിന്നെ അത് പ്രേമവിവാഹമായിട്ട് അവിടെ ഇവിടെയും പോയി വിവാഹം ചെയ്ത് അങ്ങനെയൊക്കെ എന്ത് ചെയ്തു, വിവാഹത്തിൽ ഏർപ്പെട്ടു. അവരവരുടേതായ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇട്ടെറിഞ്ഞു പോയി. എന്നിട്ട് പറയാണ് വിവാഹമെന്ന പവിത്രമായ സംവിധാനത്തെ എതിർക്കുക. ആലോചിച്ച് നോക്ക്. ഇതൊന്നും രക്ഷിതാക്കൾ വരെ ഒരു പരിധിവരെ ഗൗരവമായി കാണുന്നില്ല. നിങ്ങൾ പഠനം നടത്തി നോക്കൂ, അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. പ്രേമവിവാഹങ്ങളിലധികവും തകർച്ചയുടെ പാതയിലാണ്. കാരണം എന്താണെന്നറിയോ? അതൊരു കൃത്യമായ തെരഞ്ഞെടുപ്പല്ല എന്നത് തന്നെയാണ് അതിനുള്ള കാരണം. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ചില വൈകാരികമായ ചിന്തകൾക്ക് അടിമപ്പെട്ട് പ്രത്യക്ഷമായ ചില ഹാവഭാവങ്ങളിൽ അവർ വീണ്, അതല്ലെങ്കിൽ പ്രത്യേകമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രേമിച്ച് അത് തുടർന്നു പോകാതിരിക്കുകയാണ്. ഞാനൊരു ചെറുകഥ, ഒരു ഉദാഹരണം പറയാം. സ്കൂളിൽ നിന്ന് പ്രേമിച്ച ഒരാൾ, അങ്ങനെ ആ പ്രേമം ഇങ്ങനെ മൂത്ത് അവസാനം കോളേജിലെത്തി. കോളേജിൻ്റെ പകുതിയായി, മുഴുവൻ തീർന്നിട്ടില്ല. അതിനിടക്ക് വെച്ച് അയാൾക്ക് ആ കുട്ടിയെ കല്യാണം കഴിക്കണം. പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ മകളോട് ഇഷ്ടമാണ്, കല്യാണം ചെയ്തു തരണം. ഉമ്മ പറഞ്ഞു, കല്യാണം ചെയ്തു തരാൻ, പക്ഷെ നിനക്ക് എന്ത് ജോലിയുള്ളത്? നിനക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ? അയാൾ പറഞ്ഞു, എനിക്ക് ജോലിയൊന്നുമില്ല. ശരി, ഒരു ജോലി കണ്ടെത്തി വാ, ഒരു വരുമാനത്തിനൊരു മാർഗം കണ്ടെത്തി വാ, അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ നിന്ന് ഇറങ്ങി അയാൾ വാപ്പാനോട് പറഞ്ഞു, വാപ്പാ, ഇനി ഞാൻ പഠിക്കുന്നില്ല, എനിക്കൊരു ബിസിനസ് ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. സമ്പന്നനായ വാപ്പ ഒരു വലിയ തുക കൊടുത്തു മകന്, പോയി എവിടെയെങ്കിലും പോയിട്ട് ബിസിനസ് ചെയ്തു. അയാൾ കച്ചവടം ചെയ്തു, ഗൾഫിൽ പോയി കച്ചവട സ്ഥാപനം വർദ്ധിപ്പിച്ച് GCCയിൽ വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങളുടെ ഉടമയായി മാറിയ അയാൾ. അങ്ങനെ ആ സമ്പന്നനായ മനുഷ്യൻ വീണ്ടും ആ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഇതാ എനിക്ക് ഇന്ന സംവിധാനങ്ങളുണ്ട്, നിങ്ങളുടെ മകൾ എനിക്ക് വിവാഹം ചെയ്തു തരണം. ശരി, ഒരുപാട് ഷോപ്പുകളുള്ള സമ്പന്നനായ ആസ്തിയുള്ളയാൾക്ക് മകളെ ഒന്നും നോക്കാതെ മാതാപിതാക്കൾ വിവാഹം ചെയ്തു കൊടുത്തു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്ക് ആ ദാമ്പത്യ ബന്ധം വഴിയിൽ വെച്ച് തകർന്ന് തരിപ്പണമായി. എന്താണ് അവിടെ സംഭവിക്കുന്നത്?
എന്തുകൊണ്ടാണ് ഇങ്ങനെ തകരുന്നത്? സാമ്പത്തിക ശേഷിയില്ലാത്തത് കൊണ്ടാണോ? തറവാടിത്തത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ? അല്ല, മറിച്ച് ഇതൊന്നും കൃത്യമായ തെരഞ്ഞെടുപ്പല്ല. ഇത് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. പ്രേമത്തിലൂടെയുള്ള വിവാഹങ്ങൾ കൃത്യമായ തെരഞ്ഞെടുപ്പല്ല. വിവാഹം നടക്കുമ്പോൾ നാട്, കുടുംബം, സംസ്കാരം, പ്രായം, അങ്ങനെ ഒരുപാട് സംഗതികൾ ആലോചിക്കേണ്ടതുണ്ട്, അല്ലേ? അത് യോജിപ്പാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എങ്കിലാണ് പവിത്രമായ ആ കരാറിലേക്ക് കടന്നു പോകേണ്ടത്. അതിനു മുമ്പ് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ കാണണം, അവരുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കണം. ആ വിഷയത്തിൽ പരസ്പരം അന്വേഷണങ്ങൾ നടക്കുമ്പോൾ കുറവുകളും ന്യൂനതകളും പറയുന്നത് ഗീബത്തിന്റെ പരിധിയിൽപ്പെട്ടതല്ല എന്ന് പരിശുദ്ധ ദീന് പഠിപ്പിക്കുകയാണ്. ഗീബത്ത് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ന്യൂനതകൾ എടുത്തു പറയുന്നത് അതീവ ഗൗരവമായി പഠിപ്പിച്ച ഈ മതം വിവാഹത്തിന്റെ രംഗത്ത് ശക്തമായ ഒരു ബന്ധം നിലനിൽക്കുന്നതിന് വേണ്ടി അവിടെ പരസ്പരം ന്യൂനതകൾ എടുത്തു പറഞ്ഞ് അതല്ലെങ്കിൽ ന്യൂനതകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നത് അനുവാദം നൽകിയത് സുഭദ്രമായ ഒരു ബന്ധം നിലനിന്ന് കുടുംബമെന്ന സംവിധാനം ലോകത്ത് നിലനിൽക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ കുടുംബമെന്ന സംവിധാനത്തിന്റെ ആണിക്കല്ലിളക്കുന്നതാണ് ഈ താൽക്കാലികമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് വിവാഹത്തിലെത്തി പാതി വഴിയിൽ അത് തകർന്ന് തരിപ്പണമായി ഈ പവിത്രമായ ബന്ധത്തെ തള്ളിപ്പറയുന്ന ഒരു പുതുതലമുറ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത് കൃത്യമായ ദിശാബോധമില്ലായ്മ കൊണ്ട് തന്നെയാണ്. ആലോചിക്കണം നമ്മൾ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങളിലും നാം അനുഭവിക്കുന്ന സമൂഹത്തിലൊക്കെ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അവസാനം എവിടെ എത്തിയെന്നറിയോ? ഇങ്ങനെയുള്ള ചിന്താഗതി, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, എനിക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്തോളാം, എനിക്ക് വിവാഹത്തെ പേടിയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ പറയുന്ന പേരെന്താ അറിയോ? ഇതാണ് പുരോഗതി, ഇതാണ് വികാസം പ്രാപിച്ച ഒരു ജനതയുടെ അടയാളം. ഇതാണത്രേ വികസിച്ച് കേരളം ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണത്രേ. ശരി, ഈ വികസിച്ചു കൊണ്ടിരിക്കുന്ന വികസനവാദം പറയുന്നവരോട് ഒരൊറ്റ ചോദ്യം ചോദിക്കണം. നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്? നിങ്ങൾ ഈ വിഷയത്തെ പഠിച്ചിട്ടുണ്ടോ? ഇത്തരം സ്വതന്ത്ര ചിന്താഗതി, ആ സ്വതന്ത്ര ചിന്താഗതി വെച്ച് പുലർത്തി ലോകത്ത് ഞങ്ങൾ വികസിത രാജ്യങ്ങളാണ്, ഞങ്ങൾ വികസിച്ച രാജ്യങ്ങളാണെന്ന് അവകാശപ്പെട്ട ചില രാജ്യങ്ങളുണ്ടായിരുന്നു. ആ രാജ്യങ്ങളിൽ നിന്ന് നടക്കുന്നത് എന്താണെന്ന് ഇത്തരക്കാർ പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ കേരളക്കാർക്കൊരു പ്രത്യേകിച്ചൊരു സ്വഭാവം ഉണ്ട്. എന്താണെന്നറിയോ? എവിടെങ്കിലും അപ്ലൈ ചെയ്ത് പരാജയപ്പെട്ട സാധനം അവർ ചവറ്റുകൊട്ടിയിലേക്ക് എറിഞ്ഞത് നമ്മൾ കൊണ്ടുവന്ന് ലാസ്റ്റാണ് പരീക്ഷിക്കുക. എന്നിട്ട് നമ്മളതിൻ്റെ സൈഡ് എഫക്റ്റ് ഇനി എപ്പോഴാണ് ഉണ്ടാകുക എന്നറിയോ? ഒരു 10, 50, 60 കൊല്ലം കഴിഞ്ഞാലാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ദുരനുഭവം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വികസനവാദം പറഞ്ഞു നടക്കുന്ന, അതല്ലെങ്കിൽ ഞങ്ങൾ പുരോഗതിയുടെ ആളുകളാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന 90കളിൽ കുടുംബ സംവിധാനങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞിട്ട് കുടുംബത്തെ വെല്ലുവിളിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസ്, അമേരിക്ക ഇന്ന് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ? ഇന്നവിടെ നിന്നുള്ള പഠനങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. ഇന്നവിടെയുള്ള അമേരിക്കക്കൊക്കെ ഇന്ന് വയസ്സായിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിപ്പെൻഡൻസി ബേർഡൻ, അതായത് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇനി മറ്റുള്ളവരെ ആശ്രയിക്കാതെ, അവർക്ക് സ്വയം നിലനിൽപ്പില്ലാത്ത, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തല്ലാതെ ജീവിക്കാൻ കഴിയാത്ത 60-ന് മുകളിലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 2025 എത്തി നിൽക്കുന്നത് 25%. എന്നാൽ കണക്കുകൾ പറയുന്നത് 2050 ആകുമ്പോഴേക്ക് ഈ ഡിപ്പെൻഡൻസി ബേർഡൻ എന്ന് പറയുന്ന മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഇനി ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ലെന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ, അത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ 60% മീതേക്ക് ഉയരാൻ പോകുകയാണ്. ദുരന്തപൂർണമായൊരവസ്ഥയിലേക്ക് പോകാൻ പോകുന്നൊരവസ്ഥ വഴിയിലുള്ളത്. 2050 ആകുമ്പോൾ 60-ന്റെ മുകളിലെത്തും. എന്നിട്ടോ അവരെ പരിചരിക്കാൻ ആരില്ല, വയസ്സായവരെ നോക്കാൻ ആളില്ല. വയസ്സാം കാലത്ത്, പ്രായമായ കാലത്ത് ഉപ്പാ എന്നൊന്ന് വിളിക്കാൻ, ഉമ്മ എന്നൊന്ന് വിളിക്കാൻ, ഒന്ന് തലോടാൻ, പേരക്കുട്ടികളുടെ ആ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ ഒരു പേരക്കുട്ടിയില്ലാതെ, ഉപ്പാ എന്ന സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ഒരു വിളി കിട്ടി ഒന്ന് തലോടാൻ മക്കളില്ലാതെ, ഞങ്ങളെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു ജനത. മേഴ്സി കില്ലിങ്, ദയാവധം കാത്തിരിക്കുകയാണ്, ഹർജി കൊടുത്ത് കാത്തിരിക്കുകയാണ്. വിഷം കുത്തി ഞങ്ങളെ ഒന്ന് കൊന്നു തരുമോ
എന്തേ? ഒരു കയറെടുത്ത് സ്വയം തൂങ്ങാനുള്ള ശക്തി ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് കൊന്നു തരുമോ എന്ന് സെർച്ച് ചെയ്ത് നോക്കി. മേഴ്സി കില്ലിങ് ഏത് രാജ്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്? സെർച്ച് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തേ? ഹർജി കൊടുത്ത് കാത്തിരിക്കുകയാണ്, വിഷം കുത്തി ഞങ്ങളെ കൊന്നു തരുമോ? ഞങ്ങൾക്ക് സ്വയം ചാകാൻ കഴിയുന്നില്ല. എന്തേ? വേറെ രക്ഷയില്ല. ഗവൺമെൻറ് കുട്ടികളെ ഇതര രാജ്യങ്ങളിൽ നിന്ന് കുട്ടികളെ വിലക്കെടുക്കുകയാണ്. ഇവരെ പെൻഷൻ കൊണ്ട് ഗവൺമെൻറ്റാണ് ഇവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഒരു +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പോഴൊരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ യൂറോപ്പിക്ക് കാനഡയ്ക്കൊക്കെ പഠിക്കാൻ പോകണമെന്നാണ്. എന്താ പഠിക്കാൻ പോകാൻ കാരണം എന്താ? അവിടെ പോയാൽ നമുക്ക് ജോലിയും ചെയ്യാം പഠിക്കും ചെയ്യാം. 2 കാര്യങ്ങളാണ്. അവിടെ പോയിട്ട് എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക്? മിക്ക കുട്ടികളും ചെയ്യുന്ന ജോലി രാവിലെ പഠിക്കാൻ പോകും, ഉച്ചയ്ക്ക് ശേഷം പാർട്ട് ടൈം ജോലിക്ക് പോകും. എന്താ പാർട്ട് ടൈം ജോലി എന്നറിയോ? ഈ വയസ്സായ ആൾക്കാരെ പരിചരിക്കുക. അതിന് ഓരോ മണിക്കൂറിന് ഇത്ര പൗണ്ട് വെച്ചിട്ട് കൊടുക്കും. നാട്ടിൽ സ്വന്തം വാപ്പാനും ഇമ്മാനും നോക്കാൻ മടിക്കുന്ന ആളുകൾ അവിടെ പോയി ആരാൻ്റെ വയസ്സായ ആളുകളെ അവർ നോക്കേണ്ട അവസ്ഥയാണ്. ഇതാണിന്ന് ലോകത്ത് നടക്കുന്നത്. ലോകത്ത് നടക്കുന്നതാണ്. വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ രാജ്യങ്ങളിൽ. അതുകൊണ്ട് ഈ കുടുംബ സംവിധാനത്തിനെതിരെ പുറംതിരിഞ്ഞ് വിവാഹം വേണ്ടാന്നൊക്കെ പറഞ്ഞ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകളില്ലേ, അവർ സ്വയം കുഴിയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് നൽകണം. വളരെ ഗൗരവമായൊരു വിഷയമാണിത്. അപ്പോൾ നമ്മുടെ കുടുംബ സംവിധാനത്തിൽ ഇന്ന് വരുന്ന പാളിച്ചകളെ സംബന്ധിച്ചാണ് പറയുന്നത്. യൂറോപ്പിലൊക്കെ ഇന്ന് പ്രധാനമായുള്ള രോഗങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക്? നമ്മുടെ നാട്ടിൽ അവരിന്ന് മരുന്ന് കഴിക്കുന്ന രോഗങ്ങൾ പ്രഷറിനും ഷുഗറിനൊന്നല്ല. അവർ പ്രധാനമായും അനുഭവിക്കുന്ന ഒരു പ്രത്യേകതര രോഗമുണ്ട്. ആ രോഗമെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടലാണ്. ഒറ്റപ്പെടൽ, ഐസൊലേഷൻ, ഒറ്റപ്പെടൽ, ആരുമില്ല. അതേപോലെ തന്നെ നെഗ്ലക്റ്റ്, ഒരു കെയർ കിട്ടാനില്ല, ഒരു അറ്റൻഷൻ കിട്ടാനില്ല, ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ആർക്കും വേണ്ട. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇവിടെയൊക്കെ ഇസ്ലാം നൽകുന്ന പരിഭാവനമായ സന്ദേശം അല്ലേ? ഇസ്ലാമിൻ്റെ കുടുംബ സംവിധാനത്തിൻ്റെ പ്രസക്തിയാണ് ഞാൻ ആദ്യം ഓതി വെച്ച വചനത്തിലുള്ളത്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആ ഒരൊറ്റ വാക്യം മാത്രം മതി ഇല്ലേ? വയസ്സാകുമ്പോൾ നമ്മളെ പരിലാളിക്കാനും നമുക്ക് സ്നേഹം തരാനും നമ്മുടെ മക്കളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയേ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഏത് രാജ്യങ്ങളാണ്? ഈ ഡിപ്പെൻഡൻ്റ് കൺട്രീസ് എന്ന് പറയുന്ന ആളുകളാണ്, രാജ്യങ്ങളിലാണ് നടക്കുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഏറ്റവും ആത്മഹത്യ കുറഞ്ഞ രാജ്യമാണ് സൗദി അറേബ്യ. എന്താ കാരണം? ഇവിടുത്തെ കുടുംബാന്തരീക്ഷങ്ങൾ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആ കുടുംബത്തിൻ്റെ പരിലാളനയിൽ, ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി കോടതിയിൽ വരെ കേസ് ഫയൽ ചെയ്യാൻ. എനിക്കെൻ്റെ സഹോദരന്മാർ തമ്മിൽ തർക്കം, സ്വത്ത് തർക്കമല്ല, എൻ്റെ വാപ്പാൻ എൻ്റെ ഉമ്മാനെ എൻ്റെ കൂടെ വിട്ടുതരണം, അതിനുവേണ്ടി കേസ് കൊടുക്കുക. എനിക്ക് വിട്ടുതരണം, ഞാൻ നോക്കാം, ഞാൻ പരിപാലിക്കാം, എനിക്കതിന് അവകാശം തരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മത്സരം നടത്തുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇസ്ലാം നൽകുന്ന അതിസുന്ദരമായ സന്ദേശത്തിൻ്റെ പ്രകടമായ അടയാളങ്ങളാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തെ ഗൗരവമായ നിലക്ക് മനസ്സിലാക്കാനും അർഹമായ നിലക്ക് അതിൽ ഇടപെടാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല സഹോദരങ്ങളെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒന്നും കൂടെ ഓർക്കാൻ വേണ്ടി സംക്ഷിപ്തമായി ഞാൻ അതിനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനമായ കാരണം, ഒന്നാമതായി ഞാൻ പറഞ്ഞത് ബാധ്യതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് ആർക്കൊന്നിനും സമയമില്ല എന്ന പ്രശ്നമാണ്. മൂന്നാമതായി ഇന്ന് നമ്മുടെ കുടുംബ സംവിധാനത്തെ തകർക്കുന്ന വിവാഹം വേണ്ട എന്ന വാദമാണ്. ആ വാദത്തെ ശരിക്ക് പുതുതലമുറക്ക് അത് നിരർത്ഥകമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത്തരം സംഗതികളെ സംബന്ധിച്ച് കൂടുതൽ ഇനിയും പഠിക്കുകയും പരിഹാരങ്ങൾ കാണുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ എല്ലാ നിലക്കുള്ള സമാധാനവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന പുതുതലമുറക്ക് എല്ലാ നിലക്കുള്ള ദിശാബോധവും നൽകി അവരെ നല്ലവരായി വളർത്താൻ, അവർക്ക് നല്ല രൂപത്തിൽ തർബിയത്ത് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.